ടൊവിനോടെ പുതിയ സിനിമ നരിവേട്ട കാണാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ എൻ്റെ ഇരിപ്പാണ് കേട്ടോ. ടെൻഷൻ അടിച്ച് ഞാൻ ചത്തു. കാരണം ഒറ്റ മനുഷ്യൻ തിയേറ്ററിലില്ല. വൈകിട്ട് 6 മണിക്കുള്ള ഷോയിനാണ് നമ്മൾ പോയത്. ചായ കുടിക്കാണ്ട് പോയതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു കോഫി വാങ്ങിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ ആറ്റി കൊടുത്തു. അവൻ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ചിപ്സും പോപ്കോണും എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആള് കുറവായതുകൊണ്ട് ചിലപ്പോൾ സിനിമ ഇടൂലെന്ന് ചേട്ടൻ പറഞ്ഞേ. അത് കേട്ട് ടെൻഷൻ അടിച്ച് നടക്കാണ് കേട്ടോ കുഞ്ഞപ്പനും അമ്മയും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണോ, സിനിമ കാണാണ്ടിരിക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണേ. തിയേറ്ററിൽ കയറിയപ്പോൾ വിജനതയിൽ ഒറ്റ മനുഷ്യനില്ല ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നത്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ വെറുതെ സീൻ പടം. തിരിച്ചിറങ്ങിയപ്പോൾ ദാ നിൽക്കുന്ന കുട്ടി സബ്സ്ക്രൈബർ. അങ്ങനെ ആ മോനുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നല്ല കരച്ചിലായിരുന്നു ഗെയ്സ്, പട്ടി മോങ്ങണ പോലെ. കുഞ്ഞപ്പനാണെങ്കിൽ അതിലും വലിയ കരച്ചിലായിരുന്നേ. ഇത്ര നല്ല സിനിമയായിട്ട് എന്താ പിന്നെ ആളില്ലാത്തത്? കുഞ്ഞപ്പൻ നോക്കിക്കേ, ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ടൊവിനോടെ ഫ്ലെക്സിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകിട്ട് സമയമായതുകൊണ്ടും ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും ആളില്ലാതിരുന്നത്. സിനിമ കണ്ട വിഷമം തീർക്കാൻ വേണ്ടി ദേ ഒരു കടയിൽ കയറി. അവിടെ മന്തിയും ബിരിയാണിയും എല്ലാം തീർന്നു പോയി കേട്ടോ. അവസാനം ദേ ഒരു ക്വാർട്ടർ മന്തി ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ. ക്വാർട്ടർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കുഞ്ഞപ്പനും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ചേട്ടൻ അൽഫാമാണ് കേട്ടോ വാങ്ങിച്ചത്. കുഞ്ഞപ്പൻ അൽഫാമിൻ്റെ അതൊന്നും ഇത്തിരി തിന്നു, കുഴിമന്തിയിൽ നിന്ന് ഇത്തിരി തിന്നു. അവൻ രണ്ടിൽ നിന്ന് ഇത്തിരിയൊക്കെ തിന്നിട്ടിരിക്കുകയാണേ. അങ്ങനെ നല്ല പടവും നല്ല ഫുഡൊക്കെ കഴിച്ച ആ ഒരു സംതൃപ്തിയിൽ നേരെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.